മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വയനാട് പുനരധിവാസ പദ്ധതി ഒന്നാം ഘട്ടത്തിൽ അർഹരായ 18 ഗുണഭോക്താക്കൾക്കുള്ള ഫ്ലോട്ടുകളുടെ നറുക്കെടുപ്പ് നടത്തി. ഇത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇതുവരെ അവിടെ മറ്റൊന്നും ഉണ്ടായില്ലെന്ന് സമ്മതിക്കുന്നു. 18 ഗുണഭോക്താക്കൾക്കുള്ള ഫ്ലോട്ടുകളുടെ നറുക്കെടുപ്പ് മാത്രമാണ് 3 വർഷമായിട്ടും അവിടെ നടന്നത്. നാണമില്ലേ ഇങ്ങനെയൊക്കെ കൊട്ടിഘോഷിക്കാൻ? ഈ പേരും പറഞ്ഞ് കോടികൾ പിരിച്ചിട്ട് വർഷം 3 പാവം വിശ്വാസികൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ലോകം മുഴുവനുമുള്ള പള്ളികളിൽ പ്രത്യേകം കൽപ്പന ഇറക്കി സ്വരൂകൂട്ടിയ പണവും അതിന്റെ പലിശയും എവിടെയാണ്? ഇത്രയും നാൾ ആ പണത്തിന്, അതായത് കോടികൾ, ആരുടെ കയ്യിലായിരുന്നു? അതിൽ ഇത്രയും നാൾ എത്ര ചിലവായി? ഒരു ചില്ലിക്കാശെങ്കിലും ചിലവായോ? കണക്കപ്പിള്ളമാരെ സഭാവിശ്വാസികൾക്ക് ഒട്ടും വിശ്വാസമില്ല. മൂടോടെ അടിച്ചു മാറ്റുന്ന ഇനങ്ങളാണ് കരടിയും ആമയും. കരക്കിരുന്നാൽ മതി, കമ്മീഷൻ പോക്കറ്റിൽ വീണോളും. ഇപ്പോൾ നറുക്കിട്ട് കൊടുക്കുന്ന സ്ഥലം വാങ്ങിച്ചതിൽ പോലും കമ്മീഷൻ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കമന്നു വീണാൽ കാ പണമെന്ന് പണ്ടുള്ളവർ പറയുന്നത് ഒരുപക്ഷെ ഇവരെ കണ്ടോണ്ടായിരിക്കും. സ്ഥലം വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഒരു കമ്മീഷൻ കിട്ടും. അത് നാട്ടുനടപ്പുള്ളതാണ്. വിൽക്കുന്ന പാർട്ടി ഏറ്റവും കുറഞ്ഞത് 2% കൊടുക്കും. ആ പണം എവിടെ? അത് ആർക്ക് കിട്ടി? ആമയ്ക്കും കരടിക്കും എത്ര വീതം കിട്ടി? കൊടനാടന് ഇതിൽ എത്ര ശതമാനം കിട്ടി? അതോ ഒന്നും ആർക്കും കിട്ടിയില്ലേ? ഇതൊക്കെ അരമനകളിൽ ഉയർന്നു കേൾക്കുന്ന പരദൂഷണങ്ങളാണ്. ഇപ്പോൾ ദേവലോകം കുറവാ സംഘത്തിന്റെ പിടിയിലാണെന്ന് അടക്കിപ്പിടിച്ചുള്ള ദേവലോകത്തെ സംസാരം. ദേവലോകത്തെ കുറവാ സംഘത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണം. പണ്ട് ദേവലോകത്ത് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ കുറവാ സംഘത്തിന് അവിടെ കയറാൻ പറ്റില്ലായിരുന്നു. കുറവാ സംഘം കയറിയ സ്ഥിതിക്ക് വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇറങ്ങിപ്പോയി കാണും. എന്തിനും ഏതിനും കമ്മീഷൻ പറ്റുന്ന കമ്മീഷന്റെ ദല്ലാളുകളായ കരടിയും ആമയും കുടനാടനും അടങ്ങിയ കുറവാ സംഘത്തെ ഇറക്കിവിടാതെ ദേവലോകം രക്ഷപ്പെടില്ല. ഈ സഭയും രക്ഷപ്പെടില്ല. ദേവലോകത്തെ പഴയ ദേവലോകമായി പുനർജനിപ്പിക്കാൻ ഇവറ്റകളെ അടിച്ചിറക്കി ശുദ്ധികലശം നടത്തണം. സഭാ കേസുകളിൽ പോലും അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കി സഭയുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന കുറവാ സംഘത്തിന്റെ ഇടപാടുകൾ അധികം താമസിയാതെ തന്നെ പുറത്തുവരും. ക്രിസ്ത്യൻ വോയിസ് തന്നെ അത് പുറത്തുവിടും.